എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2025 റാങ്ക് വഴി കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യതയുള്ള അവസാന റാങ്കാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കീം 2025 റാങ്ക് അനുസരിച്ച് മികച്ച കോളേജുകളിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യതയുള്ള അവസാന റാങ്കാണ് പറയാൻ പോകുന്നത്. ആദ്യം പറയുന്നത് ഗവൺമെന്റ് കോളേജുകൾ, ശേഷം എയ്ഡഡ് കോളേജുകളും പ്രൈവറ്റ് കോളേജുകളുടെയും റാങ്ക് പറയുന്നതാണ്. ഗവൺമെന്റ് കോളേജുകളിൽ ഏറ്റവും മികച്ച കോളേജായ CET, അതായത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ഇതിന്റെ അവസാന റാങ്ക് ഇങ്ങനെയാണ്. ജനറൽ വിഭാഗത്തിന്, അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുവാൻ നിങ്ങൾക്ക് കുറഞ്ഞത് 342 റാങ്കും, ഈഴവ വിഭാഗത്തിന് 627 റാങ്കും, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 637 റാങ്കും, SC കാറ്റഗറിക്ക് 4598 റാങ്കും, ST കാറ്റഗറിക്ക് 10717 റാങ്കുമാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഏറ്റവും മികച്ച കോളേജായ CET തിരുവനന്തപുരം കോളേജിന്റെ അവസാന റാങ്കാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ വർഷം ആ കോളേജിൽ അവസാനം കയറിയ വിദ്യാർത്ഥിയുടെ റാങ്കാണ് ഇപ്പോൾ പറയുന്നത്. ഇനി അടുത്ത മികച്ച കോളേജായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ കോളേജിന്റെ റാങ്കാണ് പറയാൻ പോകുന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ 712 റാങ്കും, ഈഴവ കാറ്റഗറിക്ക് 900 റാങ്കും, SC കാറ്റഗറിക്ക് 7000 റാങ്കിനോട് അനുബന്ധിച്ചും ST കാറ്റഗറിക്ക് 20000 റാങ്കുമാണ് മിനിമം അവിടെ അഡ്മിഷൻ ലഭിക്കാൻ കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടത്. ഇനി നമുക്ക് എയ്ഡഡ് കോളേജായ MA കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യതയുള്ള റാങ്ക് പറഞ്ഞു തരാം. സ്റ്റേറ്റ് മെറിറ്റിൽ 1500 റാങ്കും, ഈഴവ കാറ്റഗറിക്ക് 2000 റാങ്കും, SC കാറ്റഗറിക്ക് 14000 റാങ്കും, ST കാറ്റഗറിക്ക് മിനിമം 42000 റാങ്കെങ്കിലും വേണ്ടിവരും. അടുത്തതായി NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടാണ്. ഇത് മറ്റൊരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജാണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുവാൻ കുറഞ്ഞത് 2500 റാങ്കും, ഈഴവ കാറ്റഗറി ആണെങ്കിൽ 3000 റാങ്കും, SC കാറ്റഗറി ആണെങ്കിൽ 16000 റാങ്കും, ST കാറ്റഗറി ആണെങ്കിൽ 45000 റാങ്കും വേണ്ടിവരും. ഇനി ഗവൺമെന്റ് കോളേജുകളുടെ വിഭാഗത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു കോളേജാണ് പറയാൻ പോകുന്നത്. ഇത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ്. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിക്കുവാൻ വെറും 3000 റാങ്ക് മതി. അതായത് സ്റ്റേറ്റ് മെറിറ്റിന്റെ കേസാണ് ഇവിടെ പറയുന്നത്. ഈഴവ കാറ്റഗറി ആണെങ്കിൽ 10000 റാങ്കും, SC കാറ്റഗറി ആണെങ്കിൽ 32000 റാങ്കും, ST കാറ്റഗറി ആണെങ്കിൽ 50000 റാങ്കും മാത്രം മതി ഗവൺമെന്റ് ഫീസിൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം ഗവൺമെന്റ് കോളേജുകളും അത്ര മികച്ചതല്ല. അവിടുത്തെ എല്ലാം ഡീറ്റെയിൽസ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇതുകൂടാതെ നിരവധി കുട്ടികളാണ് ഞങ്ങളോട് ചോദിച്ചത്, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിക്കുവാൻ എത്ര റാങ്ക് വേണ്ടി വരുമെന്ന്. ഇവിടെ അഡ്മിഷൻ ലഭിക്കുവാൻ സ്റ്റേറ്റ് മെറിറ്റിൽ കുറഞ്ഞത് 1000 റാങ്കും, ഈഴവ കാറ്റഗറിക്ക് 1500 റാങ്കും, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 1470 റാങ്കും, SC കാറ്റഗറിക്ക് 10000 റാങ്കും, ST കാറ്റഗറിക്ക് 25000 റാങ്കുമാണ് വേണ്ടത്. ഇതുവരെ ഞങ്ങൾ പറഞ്ഞത് ഗവൺമെന്റ് കോളേജുകളുടെയും ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുടെയും അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യതയുള്ള അവസാന റാങ്കാണ്. ഇനി പറയാൻ പോകുന്നത് IHRD കോളേജുകളുടെയും പ്രൈവറ്റ് കോളേജുകളുടെയും അവസാന റാങ്കാണ്. ഏറ്റവും മികച്ച IHRD കോളേജായ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം, ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിക്കുവാൻ കുറഞ്ഞത് 1000 റാങ്കും, ഈഴവ കാറ്റഗറി ആണെങ്കിൽ 1500 റാങ്കും,
മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 1600 റാങ്കും SC കാറ്റഗറി ആണെങ്കിൽ 14000 റാങ്കും ST കാറ്റഗറി ആണെങ്കിൽ 15000 റാങ്കുമാണ് വേണ്ടത്. അടുത്ത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരാണ്. ഇവിടെ അഡ്മിഷൻ ലഭിക്കുവാൻ കുറഞ്ഞത് 6722 റാങ്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ വേണ്ടത്. ഈഴവ കാറ്റഗറി ആണെങ്കിൽ 9000 റാങ്കും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ 8000 റാങ്കും SC കാറ്റഗറി ആണെങ്കിൽ 41000 റാങ്കുമാണ് വേണ്ടത്. ഈ കോളേജുകളുടെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ മെറിറ്റ് സീറ്റുകളുമുണ്ട്, മാനേജ്മെന്റ് സീറ്റുകളുമുണ്ട്. ഈ 2 സീറ്റുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് കീം 2025 അലോട്ട്മെന്റ് പ്രോസസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇനി പ്രൈവറ്റ് മേഖലയിൽ ഏറ്റവും മികച്ച 2-3 കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ആണ് ആദ്യത്തെ കോളേജ്. ഇത് എറണാകുളം ജില്ലയിലെ ഒരു കോളേജാണ്. ഇവിടെ അഡ്മിഷൻ ലഭിക്കുവാൻ കുറഞ്ഞത് സ്റ്റേറ്റ് മെറിറ്റിൽ 5000 റാങ്കും ഈഴവ കാറ്റഗറി ആണെങ്കിൽ 7100 റാങ്കും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ 7000 റാങ്കും SC കാറ്റഗറി ആണെങ്കിൽ 35000 റാങ്കും ST ആണെങ്കിൽ 50000 റാങ്കുമാണ് വേണ്ടത്. അടുത്തതും എറണാകുളം ജില്ലയിലെ കോളേജാണ് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇവിടെ അഡ്മിഷൻ ലഭിക്കുവാൻ സ്റ്റേറ്റ് മെറിറ്റിൽ 4500 റാങ്കും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 6000 റാങ്കും ഈഴവയിൽ 5000 റാങ്കും SC കാറ്റഗറിക്ക് 30000 റാങ്കുമാണ് വേണ്ടത്. ഇനി അടുത്ത കോളേജായ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എറണാകുളമാണ്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ ലഭിക്കുവാൻ 7000 റാങ്കും ഈഴവ കാറ്റഗറിക്ക് 8000 റാങ്കും മുസ്ലിം കാറ്റഗറിക്ക് 8500 റാങ്കും SC കാറ്റഗറി ആണെങ്കിൽ 42000 റാങ്കുമാണ് വേണ്ടത്. ഈ റാങ്കുകളെല്ലാം കഴിഞ്ഞ വർഷത്തെ ഏറെക്കുറെ ലാസ്റ്റ് കയറിയ കുട്ടികളുടെ റാങ്കാണ്. ഇതുകൂടാതെ നിരവധി കുട്ടികൾ ഞങ്ങളോട് ചോദിച്ചിരുന്നു 40000 റാങ്കിനും 45000 റാങ്കിനുമൊക്കെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിക്കുമോ എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ മതി എന്നാണെങ്കിൽ ഉറപ്പായും ഈ റാങ്കുകൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെ അഡ്മിഷൻ ലഭിച്ചിരിക്കും. കാരണം കേരളത്തിൽ തന്നെ നിരവധി പ്രൈവറ്റ് മേഖലയിലും IHRD മേഖലയിലും കോളേജുകൾ ഉണ്ട്. ഇവിടെ നിരവധി സീറ്റുകളും ഉണ്ടാവും. ഇനി അഥവാ ഗവൺമെന്റ് കോളേജുകളിൽ തന്നെ അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി റിസർവേഷൻ നോക്കേണ്ടി വരും. SC ST തുടങ്ങിയ വിഭാഗത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല കോളേജുകൾ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യതയുള്ള റാങ്കുകൾ. ഇനി കൂടുതൽ കോളേജുകളിൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്ക് ടൈപ്പ് ചെയ്ത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്.